43 പേർക്ക് കേരളത്തില് ചികിത്സാ പിഴവ് മൂലം ബുദ്ധിമുട്ടുകളുണ്ടായി. സർക്കാർ സംവിധാനത്തിൽ മാത്രം 5 പേര് മാത്രം ഇവിടെ വന്നിട്ടുള്ളൂ. 5 പേരുടെ ദയനീയമായ സ്ഥിതിക്ക് ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ വേദനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുക. അവർക്കൊരു പരിഹാരം കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഇവിടെ കേരളം നമ്പർ 1 ആണെന്ന് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയുന്നുണ്ട്. ഒരു ചോദ്യം എനിക്കുള്ളത്, അങ്ങനെ നമ്പർ 1 ആണെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരെല്ലാവരും സ്വകാര്യ മേഖലയിൽ നിന്നാണ് ചികിത്സ നേടിയത്. കഴിഞ്ഞ മാസം ഒരു കണക്ക് വന്നു, എല്ലാ മന്ത്രിമാരും ചികിത്സ ചെലവുകൾ എല്ലാവരും ഗവൺമെൻറ് ആശുപത്രിയിൽ ആരും പോയില്ല, എല്ലാവരും പോയത് സ്വകാര്യ ആശുപത്രിയിൽ. എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിക്ക് പോകുന്നത്? വിദേശത്ത് പോകുന്ന നമുക്ക് മനസ്സിലാക്കാം, വലിയ ചികിത്സയ്ക്ക് പോകുന്ന. രണ്ടാമത്തെ കാര്യം, ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരോഗ്യശാലി കമ്മിറ്റി ചെയർമാൻ 5 വർഷം ഇരുന്നതാണ്. ഞങ്ങൾ 4 ആശുപത്രിയിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തി. പക്ഷേ ഡോക്ടറെ നിയമിക്കുന്നത് ഗവൺമെൻറ്. ആ വലിയ സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടർ പോലും ഇല്ലാത്ത കാലങ്ങളുണ്ടായിട്ട് സമരം ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ അവിടെ കിട്ടിയത്. അപ്പോൾ ആവശ്യത്തിന് സ്റ്റാഫുകളെ നിയമിക്കാതെ, ഡോക്ടർമാരെ നിയമിക്കാതെ, ആരോഗ്യമേഖല മറ്റ് പല മെഡിക്കൽ സ്റ്റാഫിനൊക്കെ നിയമിക്കാതെ ആരോഗ്യമേഖല എങ്ങനെയാണ് നന്നായി മുന്നോട്ട് പോകുക? പിഴവുകൾ പറ്റിയാൽ ആര് ചെയ്താലും അവർക്കെതിരെ ശിക്ഷിക്കണം. മുഖം നോക്കാതെ ശിക്ഷിക്കാത്തത് കൊണ്ടാണ് ഇവിടെ വീണ്ടും ഈ സംവിധാനങ്ങളിൽ പരാജയം ഉണ്ടാകുന്നത്. സ്വകാര്യ മേഖലയുണ്ടായി അവരെ ശിക്ഷിക്കണം. ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് അല്ലാതെ ഒരു സംവിധാനം ഇവിടെ നടക്കില്ല. ലൈസൻസ് കൊടുക്കുന്നതല്ലേ ഗവൺമെൻറ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കണം. ഇവർക്ക് കൃത്യമായി നഷ്ടപരിഹാരം കൊടുക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ രംഗത്തിറങ്ങണം. ഈ ഒരു വാർത്ത ഉണ്ട് സാറേ, സനുവിന്റെ കേസാണ്. സനുവിന്റെ ഒരു അവസ്ഥ വായിച്ച കണ്ണീര് വരും. ദയനീയമായ ഒരു അവസ്ഥയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.